നമസ്കാരം. ഇടി സ്റ്റാർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മറ്റു വാർത്തയിലേക്ക്. നാളെ ഒമാൻ ദേശീയ ദിനം. ആധുനിക ഒമാൻ 45 വർഷങ്ങൾ പിന്നിടുകയാണ്. രാജ്യത്തെ പുരോഗതിയുടെ പുതിയ ചക്രവാളങ്ങളിലേക്ക് നയിച്ച ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സായിദിന് നാളെ 75 വയസ്സ് തികയും. സുൽത്താന്റെ ജന്മദിനം കൂടിയാണ് ഒമാൻ ദേശീയ ദിനമായി ആഘോഷിക്കുന്നത്. ദേശീയ ദിനത്തിന്റെ വർണ്ണപ്പൊലിമയിലാണ് സുൽത്താനേറ്റ്. നഗരവീഥികളെല്ലാം ഒമാൻ ദേശീയ പതാകയുടെ മൂവർണ്ണത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നാടൊട്ടുക്ക് ദേശീയ പതാക പാറുന്നു. കെട്ടിടങ്ങളും സ്ഥാപനങ്ങളുമെല്ലാം രാത്രി അലങ്കാര വിളക്കുകളുടെ വർണ്ണപ്രഭയിലാണ്. സുൽത്താൻ ചികിത്സയ്ക്കായി ജർമ്മനിയിൽ പോയി തിരിച്ചെത്തിയതിനു ശേഷമുള്ള ആദ്യ ദേശീയ ദിനാഘോഷം എന്ന നിലയിൽ കൂടി ശ്രദ്ധേയമാണ് 45ാമത് ദേശീയ ദിനം. കഴിഞ്ഞ വർഷം സുൽത്താന്റെ അസാന്നിധ്യത്തിലാണ് രാജ്യത്തിന്റെ ദേശീയ ദിനം കടന്നുപോയത്. ഭരണാധികാരി ആരോഗ്യവാനായി കൂടെ തിരിച്ചെത്തിയതിന്റെ ആവേശം ഇത്തവണത്തെ ദേശീയ ദിനത്തിൽ പ്രകടമാണ്. ദാഹിലിയ ഗവർണറേറ്റിലെ മനായിൽ നടക്കുന്ന പരേഡിൽ സുൽത്താൻ സല്യൂട്ട് സ്വീകരിക്കും. വിവിധ ഗവർണറേറ്റുകളിലായി ആഴ്ചകൾ നീളുന്ന പരിപാടികളാണ് ദേശീയ ദിനത്തിന്റെ ഭാഗമായി അരങ്ങേറുക. ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നു. ഷിനോജ്, ദേശീയ ദിനം ആഘോഷിക്കുവാനായി ഒമാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് നാളത്തെ പ്രത്യേക പരിപാടികൾ? അഞ്ജന, നാളെ സുൽത്താൻ പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് നിസ്വയ്ക്കടുത്തുള്ള മനായിലാണ്. ഇപ്പോൾ അദ്ദേഹം ഉള്ളത് മനായിലെ കൊട്ടാരത്തിലാണ്. പ്രവാസികളും സ്വദേശികളും പ്രവാസികളും ഒരുപോലെ വിവിധ പരിപാടികൾ ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. നിരവധി മലയാളി സ്ഥാപനങ്ങളും നാളെ ദേശീയ ദിനാഘോഷത്തിനായി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി തൊട്ടു മുമ്പ് 160 തടവുകാർക്ക് സുൽത്താൻ മാപ്പ് നൽകി ജയിലിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. ഇതിൽ 67 പേർ പ്രവാസികളാണ്. അതുപോലെ തന്നെ രാജ്യത്തെ ടെലികോം കമ്പനികളെല്ലാം സൗജന്യ ഇന്റർനെറ്റും സൗജന്യ ടെലിഫോൺ സംഭാഷണത്തിനുള്ള സമയവും നൽകി ദേശീയ ദിനാഘോഷം വളരെ ആഹ്ലാദപൂർവ്വമാക്കിയിരിക്കുകയാണ്. അഞ്ജന, ഏതേ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒമാനിൽ ഒരുക്കിയിരിക്കുന്നത്? സുൽത്താൻ പരേഡ് നടക്കുന്നത് ഒരു ഇന്റേണൽ ഏരിയയിലാണ്. മസ്കത്ത് നഗരത്തിൽ നിന്ന് മാറി നിസ്വ എന്ന് പറയുന്ന പട്ടണത്തിൽ അടുത്തുള്ള ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ ഭാഗത്താണ്. നഗരത്തിൽ ഗതാഗത നിയന്ത്രണം മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ആഘോഷത്തിനായിട്ട് ഏർപ്പെടുത്തിയിട്ടില്ല. ഓരോ ഗവർണറേറ്റിലും വ്യത്യസ്ത ദിനങ്ങളിലാണ് ആഘോഷം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അഞ്ജന, ശരി. ഒമാൻ നാളെ ദേശീയ ദിനം ആഘോഷിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ഷിനോജ് ഷംസുദ്ദീൻ നൽകിയത്. വാർത്തകളിലേക്ക്. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള 2ാമത് ആഗോള ഉച്ചകോടിക്ക് അബുദാബിയിൽ തുടക്കം. ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ യോജിച്ച പോരാട്ടം അനിവാര്യമാണെന്നും ഉച്ചകോടിയിൽ അഭിപ്രായമുയർന്നു. കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം കൂട്ടായ നീക്കത്തിലൂടെ ചെറുക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് UAE ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹിയാൻ പറഞ്ഞു. അബുദാബിയിൽ ഉച്ചകോടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. آمنة ومستقرة تنهض بمكوناتها وتسخر طاقاتها على طريق التنمية والرقي يدا بيد مع سائر شعوب العالم. കുഞ്ഞുങ്ങളുടെ സുരക്ഷ എന്നത് ഏതൊരു രാജ്യത്തിന്റെയും പ്രധാന അജണ്ടയിൽ ഉൾപ്പെടേണ്ട ഒന്നാണെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. മന്ത്രി ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാൻ, കോസ്റ്ററിക്ക വൈസ് പ്രസിഡന്റ് അനാഹലേന ചക്കോൺ എസ്വേരിയ, കുവൈത്ത് മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാലിദ് അൽ ഹമദ് അൽ സബാഹ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നുണ്ട്. 1ാം ഉച്ചകോടി കൈക്കൊണ്ട തീരുമാനങ്ങൾ എത്രമാത്രം നടപ്പായെന്നും നേതാക്കൾ വിലയിരുത്തി. കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന എല്ലാ ഘടകങ്ങളെയും കണ്ടെത്തി അമർച്ച ചെയ്യാൻ കുറെ കൂടി ജാഗ്രതാപൂർണമായ നീക്കം അനിവാര്യമാണെന്നും ഉച്ചകോടിയിൽ അഭിപ്രായമുയർന്നു. മീഡിയ 1, അബുദാബി. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ പ്രത്യാഘാതങ്ങൾ മുൻനിർത്തി ശക്തമായ ചില നടപടികൾ വേണ്ടിവരുമെന്ന് UAE സെൻട്രൽ ബാങ്കിന്റെ മുന്നറിയിപ്പ്. ഈ ഘട്ടത്തിൽ എണ്ണയിതര മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനാകും UAE മുൻഗണന നൽകുകയെന്നും ബാങ്ക് നേതൃത്വം വ്യക്തമാക്കി. എണ്ണവില തകർച്ച മൂലം സർക്കാർ വരുമാനത്തിൽ ഗണ്യമായ ഇടിവുണ്ടാകുമെന്ന് UAE സെൻട്രൽ ബാങ്ക് ഗവർണർ മുബാറക് റാഷിദ് അൽ മൻസൂരി പറഞ്ഞു. ചെലവ് ചുരുക്കൽ നടപടികൾ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അറബ് ലോകത്തെ ഏറ്റവും മികച്ച 2ാമത് സമ്പദ്ഘടന കൂടിയാണ് UAEയുടേത്.
2014 4.6% ഉണ്ടായിരുന്ന സാമ്പത്തിക വളർച്ചയുടെ തോത് ഇത്തവണ 3%-ലേക്കാണ് വന്നിരിക്കുന്നത്. നിക്ഷേപത്തിൽ കുറവ് സംഭവിച്ചതിനാൽ ബാങ്കുകൾ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. അതേസമയം പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ US ഡോളറുമായുള്ള ദിർഹമിന്റെ വിനിമയ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തുന്ന പ്രശ്നമില്ലെന്നും സെൻട്രൽ ബാങ്ക് അധികൃതർ വിശദീകരിച്ചു. വായ്പകൾ നൽകുന്നതിലും നൽകിയ വായ്പകൾ തിരികെ ലഭിക്കുന്നതിലും കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടായേക്കുമെന്ന സൂചനയും ബാങ്ക് അധികൃതർ നൽകുന്നുണ്ട്. മീഡിയ 1 ദുബായ്. പരിസ്ഥിതി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വിദേശികൾക്കും ശൈത്യകാല ടെന്റുകൾ ഉപയോഗിക്കാമെന്ന് കുവൈത്ത് പരിസ്ഥിതി അതോറിറ്റി. രാജ്യത്തെ മരുപ്രദേശം സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ഉപയോഗിക്കാനുള്ളതാണെന്നും വിദേശികൾക്ക് തമ്പുകൾ സ്ഥാപിക്കുന്നതിന് തടസ്സമില്ലെന്നും അതോറിറ്റി വ്യക്തമാക്കി. വിദേശികൾക്ക് ഈ വർഷം വിന്റർ ടെന്റുകൾ അനുവദിക്കില്ലെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ചുകൊണ്ടാണ് കുവൈത്ത് പരിസ്ഥിതി സംരക്ഷണ അതോറിറ്റിയിലെ സാങ്കേതികകാര്യ വിഭാഗം മേധാവി മുഹമ്മദ് അൽ ഇൻസി ഇക്കാര്യം പറഞ്ഞത്. സ്വദേശികളെപ്പോലെ കുവൈത്ത് റെസിഡൻസിയുള്ള അന്യരാജ്യക്കാർക്കും ശൈത്യകാല ടെന്റുകൾ ലഭിക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ലെന്നും ആരായാലും നിബന്ധനകളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ടെന്റുകൾ പണിയാൻ പാടുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ടെന്റുകൾ നിർമ്മിക്കുമ്പോഴും അതിനുശേഷവും പാലിക്കേണ്ട നിബന്ധനകളിൽ വീഴ്ച വരുത്തുന്നവരിൽ നിന്ന് 250 ദിനാർ മുതൽ 500 ദിനാർ വരെ പിഴ ഈടാക്കും. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ടെന്റുകൾ പണിതെന്ന് കണ്ടെത്തിയാൽ ഉടമസ്ഥന്റെ ചെലവിൽ തന്നെ പൊളിച്ചുമാറ്റേണ്ടി വരും. കൂടാതെ 250 ദിനാർ പിഴയും ഈടാക്കും. ഉത്തരവ് ലഭിച്ചിട്ടും അനധികൃത ടെന്റുകൾ പൊളിച്ചുമാറ്റാൻ വിസമ്മതിക്കുന്നവരിൽ നിന്ന് 500 ദിനാർ പിഴ ഈടാക്കുന്നതിനോടൊപ്പം കേസ് പ്രോസിക്യൂഷന് കൈമാറുമെന്നും മുഹമ്മദ് അൽ ഇൻസി കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിലെ അൽവതൻ പത്രത്തിന് സർക്കാർ ഏർപ്പെടുത്തിയ പ്രസിദ്ധീകരണ വിലക്ക് പരമോന്നത കോടതി ശരിവെച്ചു. വിലക്ക് പിൻവലിക്കണമെന്ന് കാണിച്ച് പ്രസാധകർ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. പ്രചാരത്തിൽ ഒന്നാമതായിരുന്ന അൽവതൻ ഇതോടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറും. ദാറുൽ വതൻ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനിയാണ് കുവൈത്തിലെ മുഖ്യധാര ദിനപത്രങ്ങളിലൊന്നായ അൽവതന്റെ പ്രസാധകർ. ഭരണകുടുംബാംഗമായ ഷെയ്ഖ് അലി അൽ ഖലീഫ സബാഹിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ദാറുൽ വതൻ കമ്പനി. ദിനപത്രം, ചാനൽ എന്നിവയ്ക്ക് പുറമെ മാസികകളും ആഴ്ചപ്പതിപ്പുകളുമായി നിരവധി പ്രസിദ്ധീകരണങ്ങളും ഈ കമ്പനിയുടേതായി പുറത്തിറങ്ങിയിരുന്നു. അൽവതൻ പ്രസ് തന്നെ അടച്ചുപൂട്ടാൻ കോടതി ഉത്തരവിട്ടതോടെ പ്രസിദ്ധീകരണങ്ങളെല്ലാം നിലച്ച അവസ്ഥയിലാണ്. അൽവതൻ, അൽവതൻ പ്ലസ്, അൽവതൻ ഖാനാവി എന്നീ ചാനലുകളാണ് കമ്പനിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നത്. കമ്പനി നിയമത്തിന്റെ സാങ്കേതിക കാരണങ്ങൾ മുൻനിർത്തിയാണ് രാജ്യത്തെ ഏറ്റവും പ്രചാരമുള്ള അറബി പത്രമായ അൽവതൻ മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ അടച്ചുപൂട്ടിയത്. ഇതിനെതിരെ മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചെങ്കിലും വിചാരണ കോടതിയും അപ്പീൽ കോടതിയും സർക്കാർ നടപടി ശരിവെക്കുകയായിരുന്നു. ഇതിനിടെ കമ്പനിക്ക് കീഴിലുള്ള 3 ടെലിവിഷൻ ചാനലുകളുടെ പ്രസരണാനുമതി വാർത്താവിതരണ മന്ത്രാലയം റദ്ദാക്കുകയും ചെയ്തു. നഷ്ടം മൂലധനത്തിന്റെ 75% കടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ചാനലുകൾ അടച്ചുപൂട്ടിയത്. പത്രം അച്ചടി നിർത്തിയെങ്കിലും വാർത്തകളും വിശേഷങ്ങളും വായനക്കാരിലെത്തിച്ച് അൽവതൻ ഓൺലൈൻ വിഭാഗം ഇപ്പോഴും സജീവമായി രംഗത്തുണ്ട്. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഒമാൻ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസ് വർദ്ധിപ്പിച്ചു. കൊച്ചിയിലേക്ക് ദിവസം 1 പകരം ഇനി മുതൽ 2 വിമാനങ്ങൾ സർവീസ് നടത്തും. ബംഗളൂരു, ഗോവ, ജയ്പൂർ, ലക്നൌ എന്നിവിടങ്ങളിലേക്കുമുള്ള സർവീസ് വർദ്ധിപ്പിക്കാനും ഒമാൻ എയർ തീരുമാനിച്ചു. കൊച്ചിയിലേക്ക് നിലവിൽ ദിവസം ഓരോ വിമാനങ്ങൾ പറത്തുന്ന ഒമാൻ എയർ എല്ലാ ദിവസവും 2 വിമാനങ്ങൾ പറത്താൻ തീരുമാനിച്ചത് ഒമാനിലെ മലയാളി പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകും. ഇതിനു പുറമെ ബംഗളൂരുവിലേക്കുള്ള വിമാനങ്ങളുടെ എണ്ണവും ദിവസം 2 ഉയർത്തും. ഗോവയിലേക്ക് ആഴ്ചയിൽ 6 ദിവസമുള്ള സർവീസ് ആഴ്ചയിൽ മുഴുവൻ ദിവസമായി വർദ്ധിപ്പിക്കും. ലക്നൌവിലേക്ക് ആഴ്ചയിൽ 11 വിമാനങ്ങൾ പറത്താനും ജയ്പൂരിലേക്ക് 10 വിമാനങ്ങൾ സർവീസ് നടത്താനും ഒമാൻ എയർ തീരുമാനിച്ചു. പുതിയ സർവീസ് ആരംഭിക്കുന്ന തീയതി പിന്നീട് പ്രഖ്യാപിക്കും. ഇതോടെ മസ്കത്തിൽ നിന്ന് ആഴ്ചയിൽ ഇന്ത്യയിലേക്ക് പറക്കുന്ന ഒമാൻ എയർ വിമാനങ്ങളുടെ എണ്ണം 126 ആകും. നിലവിൽ ഇന്ത്യയിലെ 11 നഗരങ്ങളിലേക്കാണ് ഒമാൻ എയർ പറക്കുന്നത്. പുതിയ സർവീസിലൂടെ 5131 സീറ്റുകളാണ് യാത്രക്കാർക്ക് അധികമായി ലഭിക്കുന്നതെന്ന് ഒമാൻ എയർ സിഇഒ പോൾ ഗ്രിഗറോവിച്ച് പറഞ്ഞു. തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ച ഇന്ത്യ ഗവൺമെന്റിന് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ദോഹയിൽ നിന്ന് ഇന്ന് വൈകിട്ട് 3:15 കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ജെറ്റ് എയർവേസ് വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് യാത്രക്കാരെ വലച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം 100-ലധികം യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആദ്യം വൈകിട്ട് 4:15 പുറപ്പെടുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് രാത്രി 2 മണിക്ക് മാത്രമേ പുറപ്പെടാനാകൂ എന്നാണ് അധികൃതർ അറിയിച്ചത്. എന്നാൽ സാങ്കേതിക തകരാറാണ് വിമാനം വൈകാൻ ഇടയാക്കിയതെന്നും കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ നാളെ വൈകിട്ട് 3:15 മാത്രമേ വിമാനം പുറപ്പെടുകയുള്ളൂവെന്നും ജെറ്റ് എയർവേസ് അധികൃതർ അറിയിച്ചു. കുവൈത്തിൽ 24ഓളം തസ്തികകളിൽ നിയമനത്തിന് യോഗ്യതാ പരീക്ഷ നിർബന്ധമാക്കാൻ നീക്കം. ഇത് സംബന്ധിച്ച നിർദ്ദേശം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രിക്ക് സമർപ്പിച്ചു. വിസ വിതരണത്തിലെ ക്രമക്കേടുകൾ ഇല്ലാതാക്കാൻ ലേബർ ഓഫീസുകളിൽ നിരീക്ഷണ പോലീസിനെ നിയമിക്കുമെന്ന് മാനവ വിഭവശേഷി വകുപ്പ് അറിയിച്ചു.
തൊഴിൽ മേഖല കാര്യക്ഷമമാക്കാൻ പുതിയ പരീക്ഷണങ്ങൾ നടത്താനൊരുങ്ങുകയാണ് കുവൈത്ത് തൊഴിൽ മന്ത്രാലയം. ഇതിന്റെ ഭാഗമായാണ് ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യതാ പരീക്ഷ നിർബന്ധമാക്കുന്നതടക്കമുള്ള നടപടികളെക്കുറിച്ച് അധികൃതർ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച് പഠനം നടത്തിയ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രി ഹിന്ദ് അൽ സബീഹിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ചില പ്രത്യേക തസ്തികകളിൽ നിയമനത്തിന് മുമ്പുള്ള യോഗ്യതാ പരീക്ഷ ആകാമെന്നാണ് PQDയുടെ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹെഡ് നഴ്സ്, നഴ്സിംഗ് ടെക്നീഷ്യൻ, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്, എക്സ്റേ ടെക്നീഷ്യൻ, അലൂമിനിയം ഫാബ്രിക്കേറ്റർ, കാർപ്പന്റർ, പൈപ്പ് ഫിറ്റർ, വെൽഡർ, ഇലക്ട്രീഷ്യൻ, കീടനാശിനി വിദഗ്ധൻ, വെഹിക്കിൾ മെക്കാനിക്, ബിൽഡിംഗ് പെയിന്റർ, AC ടെക്നീഷ്യൻ തുടങ്ങിയ 24 തസ്തികകളിലാണ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥി ജോലിയിൽ വൈദഗ്ധ്യമുള്ളയാളാണോ എന്ന് പരിശോധിക്കുകയും ടെസ്റ്റിൽ വിജയിക്കുന്നവർക്ക് മാത്രം തൊഴിൽ പെർമിറ്റ് അനുവദിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് PQD ശുപാർശ ചെയ്തിരിക്കുന്നത്. അതിനിടെ തൊഴിൽ വിപണിയിലെ ക്രമക്കേടുകൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി ലേബർ ഓഫീസുകളിൽ നിരീക്ഷണ പോലീസിന്റെ സേവനം ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചതായി മാൻ പവർ റിക്രൂട്ട്മെന്റ് അതോറിറ്റി ആക്ടിംഗ് ഡയറക്ടർ അഹമ്മദ് അൽ മൂസ അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിലെ പാസ്പോർട്ട് റെസിഡൻസി കാര്യവിഭാഗം മേധാവി ഷെയ്ഖ് മാസിൻ അൽ ജറാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാജ കമ്പനികൾ കണ്ടെത്തുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരുവകുപ്പുകളും യോജിച്ച് പ്രവർത്തിക്കാനും കൂടിക്കാഴ്ചയിൽ ധാരണയായതായി അഹമ്മദ് അൽ മൂസ കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈത്ത് സിറ്റി. വിദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട രണ്ടാമത് നിർദ്ദേശവും കുവൈത്ത് നാഷണൽ അസംബ്ലിയിലെ നിയമകാര്യ സമിതി തള്ളി. MP കാമിൽ അല്ലവാദി സമർപ്പിച്ച നിർദ്ദേശമാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞ സമിതി തള്ളിയത്. ഇതേ വിഷയത്തിൽ MP ഖലീൽ അബ്ദുള്ള സമർപ്പിച്ച നിർദ്ദേശവും നിയമകാര്യ സമിതി നിരാകരിച്ചിരുന്നു. വിദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട 2 നിർദ്ദേശങ്ങളും തള്ളപ്പെട്ടതോടെ പ്രവാസികൾക്കിടയിലെ വലിയൊരു ആശങ്കയാണ് ഇല്ലാതായിരിക്കുന്നത്. വിദേശികൾ സ്വന്തം നാട്ടിലേക്ക് അയക്കുന്ന തുകയുടെ 5% നികുതിയായി ഈടാക്കണമെന്നാവശ്യപ്പെട്ട് എമിഗ്രേഷൻ വിഭാഗം മുൻ ഡയറക്ടർ കൂടിയായ കാമിൽ അല്ലവാദി MP സമർപ്പിച്ച കരട് നിർദ്ദേശമാണ് ചൊവ്വാഴ്ച ചേർന്ന നിയമകാര്യ സമിതി തള്ളിയത്. വിദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് 5% നികുതി ഏർപ്പെടുത്തണം. നികുതി പൊതുഖജനാവിലേക്ക് ഈടാക്കുന്നതിന് ബാങ്കുകളെയും ധനവിനിമയ സ്ഥാപനങ്ങളെയും ചുമതലപ്പെടുത്തണം. ഇതിനുവേണ്ടി സെൻട്രൽ ബാങ്ക് നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തണം. നികുതി അടക്കാൻ വിസമ്മതിക്കുന്നവർക്ക് ഇരട്ടി തുക പിഴ ചുമത്തണമെന്നിവയായിരുന്നു കാമിൽ അല്ലവാദിയുടെ നിർദ്ദേശം. ഭരണഘടനാ ചട്ടങ്ങൾക്കും ശരിയത്ത് നിയമങ്ങൾക്കും എതിരായതിനാലാണ് നിർദ്ദേശം തള്ളിയതെന്ന് സമിതി വക്താവ് അഹമ്മദ് അൽ കുതൈബി അറിയിച്ചു. നേരത്തെ ഖലീൽ അബ്ദുള്ള MP സമർപ്പിച്ച സമാന നിർദ്ദേശവും ഇതേ കാരണത്താൽ സമിതി നിരാകരിച്ചിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഇന്ത്യയിൽ എഴുത്തുകാർ സംസാരിക്കാൻ ഭയപ്പെടേണ്ട അവസ്ഥയാണെന്ന് പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദൻ. തന്നെ ഇടതു സഹയാത്രികനെന്ന് ചുരുക്കരുത് എന്ന് മുകുന്ദൻ ദോഹയിൽ പറഞ്ഞു. ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് ഒരിടത്തുമില്ലാത്ത നിയന്ത്രണങ്ങളാണ് ഇന്ത്യയിൽ സംഘപരിവാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ജനങ്ങളുടെ ഭക്ഷണം, പ്രണയം എന്നിവയിലെല്ലാം ഇടപെടുകയാണവർ. കേരളത്തിൽ പോലും കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന എഴുത്തുകാരെ പലരും ഭയപ്പെടുത്തി നിശബ്ദരാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്തകളിലേക്ക്. ദോഹയിലെ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ 13ാം വാർഷികം വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ ഈ മാസം 19, 20 തീയതികളിൽ ന്യൂ സൽത്തയിലെ സ്കിൽസ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള കലാമണ്ഡലം നൃത്ത വിഭാഗം മേധാവി കലാമണ്ഡലം രാജലക്ഷ്മി മുഖ്യാതിഥിയായിരിക്കും. കലോത്സവത്തിൽ 400-ൽ പരം കുട്ടികൾ മാറ്റുരയ്ക്കും. 50-ൽ പരം കുട്ടികൾ വിവിധ ഇനങ്ങളിൽ അരങ്ങേറ്റം കുറിക്കും. കുട്ടികളും അധ്യാപകരും സംയുക്തമായി അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ പ്രകടനങ്ങളും ഉണ്ടാകും. ഖത്തറിലെ പ്രധാന ഷോപ്പിംഗ് മാളുകളിലേക്ക് വാരാന്ത്യ ദിനങ്ങളിലുള്ള പ്രവേശനം കുടുംബങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് ഖത്തർ സെൻട്രൽ മുനിസിപ്പൽ കൌൺസിൽ ആവശ്യപ്പെട്ടു. വാരാന്ത്യ ദിനങ്ങളിൽ സാധാരണ തൊഴിലാളികൾ ഷോപ്പിംഗ് മാളുകളിൽ കൂടുതലായി എത്തുന്നത് കുടുംബങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് കൌൺസിലിലെ ഒരംഗം പറഞ്ഞത്. പ്രത്യേകിച്ച് അൽഖോർ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ മാളുകളിൽ ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും കൌൺസിൽ യോഗത്തിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അബുദാബി എമിറേറ്റിലെ വിവിധ ഭാഗങ്ങളിലുള്ള കാർഷിക സ്ഥാപനങ്ങളിലും നഴ്സറികളിലും പരിശോധന ആരംഭിച്ചു. ജലപരിസ്ഥിതി മന്ത്രാലയം, സാമ്പത്തിക വികസന വിഭാഗം, അബുദാബി ഭക്ഷ്യ നിയന്ത്രണ അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് കാർഷിക ഷോപ്പുകൾ, നഴ്സറികൾ എന്നിവയിൽ 2ാം ഘട്ട പരിശോധന നടത്തുന്നത്. വളം, കീടനാശിനികൾ, വിത്തുകൾ, തൈകൾ എന്നിവ സൂക്ഷ്മതയോടെയും നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചും കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത്. ഉപഭോക്താക്കളുടെ ആരോഗ്യവും സുരക്ഷയും കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണമേന്മയും ഉറപ്പാക്കുന്നതിന് എമിറേറ്റിന്റെ എല്ലാ ഭാഗങ്ങളിലുമായി 8 ദിവസം നീളുന്ന പരിശോധനയാണ് നടത്തുന്നത്. ഫ്രഷ് ആൻഡ് മോർ സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന്റെ പുതിയ 5 ഔട്ട്ലെറ്റുകൾ ഷാർജയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. സമീപഭാവിയിൽ തന്നെ എല്ലാ എമിറേറ്റുകളിലും ഫ്രഷ് ആൻഡ് മോർ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്ന് ഗ്രൂപ്പ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അബുദാബിയിൽ 14 ഔട്ട്ലെറ്റുകളുള്ള ഫ്രഷ് ആൻഡ് മോർ സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന്റെ പുതിയ 5 ഔട്ട്ലെറ്റുകളാണ് ഷാർജയുടെ വിവിധ കേന്ദ്രങ്ങളിലായി പ്രവർത്തനം ആരംഭിക്കുക. സമീപഭാവിയിൽ തന്നെ എല്ലാ എമിറേറ്റുകളിലും
ഫ്രഷ് ആൻഡ് മോർ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്ന് ജനറൽ മാനേജർ സക്കരിയ ചള്ളക്കര ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇവിടെ ഷാർജയിൽ ഈ പറയുന്ന വളരെ കോമ്പറ്റീഷനുള്ള ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ വന്ന് ലോഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സെറ്റപ്പ് ഫൈനൽ സ്റ്റേജിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ വെരി സൂൺ കമ്മിങ് വീക്സിൽ ഞങ്ങളുടെ ഓപ്പണിംഗ് ഉണ്ടാകുന്നതായിരിക്കും. ഈ പറയുന്ന 5 ഔട്ട്ലെറ്റുകളുടെ ഓപ്പണിംഗും വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്നതായിരിക്കും. ഷാർജയിലെ മുവൈല, മുസല്ല എന്നിവിടങ്ങളിലെ ഷോറൂമുകളുടെ ഉദ്ഘാടനം വരും ദിവസങ്ങളിൽ തന്നെ നടക്കും. ഉദ്ഘാടന ഭാഗമായി വിലക്കുറവിനൊപ്പം 1 കിലോഗ്രാം സ്വർണ്ണ സമ്മാനവുമായുള്ള പ്രത്യേക ഓഫറും ഒരുക്കിയിട്ടുണ്ട്. റോഡ് ഷോ, അറബിക് കൾച്ചറൽ ഷോ തുടങ്ങിയവയും അരങ്ങേറുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. അബൂഷകാര, നാഷണൽ പെയിന്റ്, അൽ നബ്ബ, അൽ മനാക്ക, ദുബൈ കറാമ എന്നിവിടങ്ങളിലും വൈകാതെ വിപുലമായ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുമെന്ന് ഫ്രഷ് ആൻഡ് മോർ സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 ദുബൈ. കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അബുദാബിയിൽ ആരംഭിച്ച തക്കാമുൽ പദ്ധതിയിൽ പേറ്റന്റിനായി ലഭിച്ചത് 152 ആശയങ്ങൾ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലാണ് ഇത്തരം ആശയങ്ങൾ ലഭിച്ചത്. ഇവയിൽ 21 എണ്ണത്തിന് അമേരിക്കയിലെ പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓഫീസിന്റെ അംഗീകാരവും ലഭിച്ചു. ഭാവിയിൽ നവീന ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും കൂടുതലായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് തക്കാമുൽ ഇനിഷ്യേറ്റീവ് നടത്തുന്ന അബുദാബി ടെക്നോളജി ഡെവലപ്മെന്റ് കമ്മിറ്റി ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ കാലിലി പറഞ്ഞു. ഖത്തറിലെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഖത്തർ കേരളീയം സാംസ്കാരികോത്സവം നവംബർ 20-ന് വെള്ളിയാഴ്ച 3 മണിക്ക് MES ഇന്ത്യൻ സ്കൂളിൽ നടക്കും. പ്രശസ്ത സിനിമാ നടൻ ശ്രീനിവാസൻ, KN എന്നിവർ പങ്കെടുക്കും. മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ എലേറ്റിൽ, ഗാനരചയിതാവ് കാനേഷ് പൂനൂർ എന്നിവർ തിരക്കഥ നിർവഹിച്ച കൾച്ചറൽ തീം ഷോ, വനിതാവേദി സംഘടിപ്പിക്കുന്ന ഫുഡ് എക്സിബിഷൻ കം സെയിൽ തുടങ്ങിയവ സാംസ്കാരികോത്സവത്തിൽ നടക്കും. 500-ൽ പരം കലാകാരന്മാർ കൾച്ചറൽ തീം ഷോയിൽ അണിനിരക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. നാട്ടിന് പുറത്തെ വോളിബോൾ മത്സരങ്ങളിലെ ആവേശവും ആരവവും ഉണർത്തുന്ന ടൂർണമെന്റ് ബഹ്റൈനിലും ആരംഭിച്ചു. കേരള കാത്തലിക് അസോസിയേഷനാണ് അന്താരാഷ്ട്ര വോളിബോൾ മത്സരം സംഘടിപ്പിക്കുന്നത്. ബഹ്റൈനിൽ വോളിബോൾ പ്രേമികളുടെ ഹരമായി മാറിയ KCA സയാനി മോട്ടോഴ്സ് ഇന്റർനാഷണൽ വോളിബോൾ ടൂർണമെന്റ് സെഗയ്യയിലെ കേരള കാത്തലിക് അസോസിയേഷന്റെ അങ്കണത്തിലാണ് ആരംഭിച്ചത്. രാത്രി 7:30 നടക്കുന്ന മത്സരങ്ങളിൽ അന്തർദേശീയ താരങ്ങളടക്കമുള്ള നിരവധി ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. ടൂർണമെന്റ് ഉദ്ഘാടനം ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് വർഗീസ് കാർഗിൽ നിർവഹിച്ചു. ചടങ്ങിൽ ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എബ്രഹാം ജോൺ, സയാനി മോട്ടോഴ്സ് ജനറൽ മാനേജർ മുഹമ്മദ് സാക്കി, KCA ജനറൽ സെക്രട്ടറി സോവിച്ചൻ ചേന്നാട്ടുശ്ശേരി, സേവി മാത്തുണ്ണി തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. MK ജേക്കബ് കൺവീനറായുള്ള സമിതിയാണ് ടൂർണമെന്റിന്റെ സംഘാടനത്തിന് നേതൃത്വം നൽകുന്നത്. ടൂർണമെന്റ് ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വോളിബോൾ പ്രേമികൾ കളി കാണാൻ എത്തിച്ചേരുന്നു. സൗദി അറേബ്യ, കുവൈത്ത്, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള പ്രഗത്ഭരായ കളിക്കാർ ഇനിയുള്ള ദിവസങ്ങളിൽ ടൂർണമെന്റിൽ മാറ്റുരക്കും. ക്യാമറ പേഴ്സൺ അഷ്റഫ് കടമ്പേരിക്കൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1 ബഹ്റൈൻ. ദോഹയിൽ നടക്കുന്ന ഖത്തർ കേരളീയം സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഫിലിം ശില്പശാല നവംബർ 19-ന് വ്യാഴാഴ്ച FCCയിൽ ആരംഭിക്കും. പ്രശസ്ത സിനിമാ പ്രവർത്തകൻ ആദം അയ്യൂബ് നയിക്കുന്ന ശില്പശാല ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇതോടെ മീഡിയ സ്റ്റാർ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.